കാശ്മീരിലെ മേഘ സ്ഫോടനത്തെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ മാസം 4-ാം തീയതിയാണ് കൊട്ടാരക്കര മൈലം സ്വദേശി നായിക് പ്രശാന്ത് കുമാറിനെ കാണാതാകുന്നത്. മൈലം വേണു സദനത്തിൽ വേണുഗോപാലൻ നായരുടെ മകനാണ് കാണാതായ പ്രശാന്ത് കുമാർ. ട്രക്കിൽ പാലം മുറിച്ചു കിടക്കുമ്പോൾ പെട്ടെന്നുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ സൈനിക ട്രക്ക് ഉൾപ്പെടെ ഒഴുകിപ്പോവുകയായിരുന്നു. പ്രശാന്തിനൊപ്പം ഉത്തരേന്ത്യക്കാരായ 2 സൈനികരെ കൂടി കാണാതായിരുന്നു. പ്രശാന്ത് സൈന്യത്തിൽ പ്രവേശിച്ചിട്ട് 10 വർഷത്തോളമാകുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് ഒടുവിൽ നാട്ടിൽ വന്നു പോയത്. 1.5 വർഷം മുമ്പാണ് വിവാഹിതനായത്. കഴിഞ്ഞ 10 ദിവസത്തോളമായി പ്രശാന്തിന്റെ മൃതശരീരത്തിനായി സൈന്യം ഊർജിതമായ തിരച്ചിൽ നടത്തുകയായിരുന്നു. കാശ്മീരിലെ ലേ തടാകത്തിൽ അപകട സ്ഥലത്ത് കിലോമീറ്ററുകൾ അകലെ നിന്നും പ്രശാന്തിന്റെ മൃതശരീരം കണ്ടെടുത്തു. ക്യാമ്പിലെത്തിച്ച മൃതശരീരം നാളെ പോസ്റ്റ്മോർട്ടം നടത്തി 15 തിരുവനന്തപുരത്ത് എത്തിക്കും. അവിടെ നിന്നും വീട്ടിലെത്തിക്കുന്ന മൃതശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിക്കും. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ രോഗികൾ സ്ഥല സൗകര്യമില്ലാതെ നട്ടം തിരിയുന്നു. 5ഓളം പഞ്ചായത്തുകളിലെ സാധാരണക്കാർ ആശ്രയിക്കുന്നത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയെയാണ്. ദിനംപ്രതി 100-ൽ പുറത്ത് OP നടക്കാറുണ്ട്. ഇവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിന് മതിയായ സൗകര്യമില്ലാത്തതാണ് രോഗികൾ വലയാൻ കാരണം. കാലാവസ്ഥാ വ്യതിയാനമനുസരിച്ച് വരാറുള്ള വൈറൽ പനി പോലെയുള്ള പകർച്ചവ്യാധി പിടിപെടുന്നവരെ ഒരു ഹാളിൽ ഒരുമിച്ച് കിടത്തി ചികിത്സിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോഴിവിടെയുള്ളത്. രോഗികളുടെ രോഗനിർണയം അനുസരിച്ച് തരംതിരിച്ച് കിടത്തുന്നതിനോ ചികിത്സ നൽകുന്നതിനോ മതിയായ സൗകര്യമില്ല. കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന OPയും ഡോക്ടർമാരും ഉണ്ടെങ്കിലും സ്ഥലപരിമിതി രോഗികളെ പോലെ ഡോക്ടർമാരെയും ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആശുപത്രിക്ക് സ്വന്തമായി സ്ഥലം ഇല്ല എന്നതാണ് പ്രധാന കാരണം. പുനലൂർ, കരുനാഗപ്പള്ളി, കൊല്ലം തുടങ്ങിയ ആശുപത്രികൾക്ക് ആശുപത്രി വികസനത്തിനായി കോടികൾ നൽകിയപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിക്ക് 1 രൂപ പോലും നൽകിയില്ല. വികസനം നടത്തുവാൻ ആശുപത്രിക്ക് സ്ഥലം ഇല്ലാത്തതാണ് തുക അനുവദിക്കാതിരിക്കുവാൻ കാരണമായത്. ഒരു നാടിൻ്റെ തന്നെ പ്രതീക്ഷയായ ആതുര സേവന രംഗത്ത് വ്യാഴവട്ടങ്ങൾ പിന്നിടുന്ന ഈ ആശുപത്രിയെ വികസന പാതയിലേക്ക് കൊണ്ടുവരുവാൻ ത്രിതല പഞ്ചായത്തുകളുടെ ഏകീകരണം അനിവാര്യമായിരിക്കുകയാണ്. അടിയന്തരമായി സ്ഥലം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾക്ക് വകുപ്പ് തലത്തിൽ സമ്മർദ്ദം ചെലുത്തിയില്ലെങ്കിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കാളവണ്ടി യൂത്തിലേക്ക് തള്ളപ്പെടും. പട്ടാഴി, മൈലം, താമരക്കുടി പ്രദേശത്തുള്ളവരുടെ ചിരകാല സ്വപ്നമായിരുന്ന മൈലം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. സമാന്തര റോഡിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള പഴയ പാലം അപകടാവസ്ഥയിൽ ആയതിനെ തുടർന്നാണ് 1/4 കോടിയോളം രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് പുതിയ പാലം നിർമ്മിച്ചത്. പുലമൻ തോടിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. പാലത്തിലൂടെ ഗതാഗതം ആരംഭിക്കുന്നതോടെ പട്ടാഴി, മൈലം, താമരക്കുടി ഭാഗത്തേക്ക് 3 കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കുന്നതിൽ നിന്നും ആശ്വാസമാകും.